ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എടുക്കുന്നത് ഏതിനെ കുറിച്ചാണ്? കോപ്പറേറ്റീവ്സ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് എടുക്കുന്നത്. കോപ്പറേറ്റീവ്സ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഓക്കെ, നമുക്കറിയാം 3 രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സോൾ ട്രേഡർഷിപ്പ് നമ്മൾ എടുത്തു, കോപ്പറേറ്റീവ് സൊസൈറ്റിയും പാർട്ണർഷിപ്പ് നമ്മൾ എടുത്തു. ഇനി നമ്മൾ എടുക്കുന്ന ഏതാണ്? കോപ്പറേറ്റീവ്സ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പൊ എന്താണ് ഈ കമ്പനി എന്ന് ആദ്യമേ നമുക്ക് പറയാം. എന്താണ് കമ്പനി? പറയുന്നുണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ്? കമ്പനിയെ പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, എന്താണിത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് who contribute money to a common stock. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ സേക്ക് ഓഫ് ക്യാരിയിങ് ഓൺ ബിസിനസ് ഓൺ ലാർജ് സ്കെയിൽ. ലാർജ് സ്കെയിൽ ഒരു കമ്പനിയായിട്ട് രൂപീകരിക്കും. അതിന്റെ പ്രത്യേകത ലാർജ് സ്കെയിൽ ബിസിനസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദാസ് ബിസിനസ് അണ്ടർ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഗ്രാൻഡഡ് ബൈ ദ ഗവൺമെന്റ്. ഒരു കമ്പനി, അത് വെദർ ഇറ്റ് വാസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഏതായിക്കോട്ടെ, ആ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നേടിയാൽ മാത്രമേ ഒരു കമ്പനി അവരുടെ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി പാടുള്ളൂ. കമ്പനിയുടെ രൂപീകരണം നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ഒന്ന് പ്രൊമോഷൻ ആണ്, രണ്ടാമത്തെ സ്റ്റേജ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞാൽ ഉടനെ അവരുടെ ബിസിനസ് ആരംഭിക്കാം. നേരെ മറിച്ച് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവർക്ക് 2 സ്റ്റേജ് കൂടെ ഉണ്ട്. ഒന്ന് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, മൂലധന സമാഹരണം. ദെൻ 4 കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. 4ാമത്തെ സ്റ്റേജിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മറ്റൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് വിളിക്കുന്ന പേര് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്നാണ്. അത് കിട്ടിയാലേ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബിസിനസ് ആരംഭിക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 2 സ്റ്റേജ് ആണ്. മൊത്തം 4 സ്റ്റേജ് ആണ് കമ്പനി രൂപീകരണം. ഒന്ന് പ്രൊമോഷൻ, 2 രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ, 3 റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, 4 കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. 1 പ്രൊമോഷൻ, 2 രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ, 3 റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, 4 കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഇതിലെ ഫസ്റ്റ് 2 സ്റ്റേജ് കഴിഞ്ഞാൽ ഉടനെ പ്രൈവറ്റ് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാം. ഏതാണ്? പ്രൊമോഷനും രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ. പക്ഷേ ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ മറ്റ് 2 സ്റ്റേജ് കൂടെ കഴിയണം. അതായത് പബ്ലിക് കമ്പനിക്ക് 4 സ്റ്റേജും പ്രൈവറ്റ് കമ്പനിക്ക് 2 സ്റ്റേജേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞ കാര്യം ഇതാണ്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്? ഇത് ആരുടെയാണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അവർ പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഷെയറിലൂടെ. ദെൻ എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ് ലാർജ് സ്കെയിൽ നടത്തുവാൻ വേണ്ടിയിട്ട് ലാഭം ഷെയർ ചെയ്യുന്നുണ്ട് അവർക്കിടയിൽ. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ മാത്രമായിരിക്കും ഇവരുടെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇതാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇത് ഗവേൺ ചെയ്യുന്നത് ഏതും പ്രകാരമാണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ടും പ്രകാരമാണ്. ഏതാണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട്. 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ് ഇപ്പോൾ നിലവിലെ എന്ത് ഗവേൺ ചെയ്യുന്നത്? കമ്പനീസ് അഡ്മിനിസ്ട്രേഷൻ. ഇതിനു മുമ്പ് ഏപ്രിൽ 1, 1956 കമ്പനീസ് ആക്ട് ആയിരുന്നു. അത് പ്രകാരമായിരുന്നു ഈ പറഞ്ഞ പോലെ കമ്പനീസ് ഗവേൺ ചെയ്തിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഏതാണ്? 2013 കമ്പനീസ് ആക്ടും പ്രകാരമാണ് ഇപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ ഗവേൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൽ പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട്, എന്താ പറയുന്നത്? എന്താണ് ഒരു കമ്പനി? പറയുന്നത് എങ്ങനെയാ പറയുന്നത്? കമ്പനി മീൻസ് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. എന്താണ് ഒരു കമ്പനി എന്ന് പറയുന്നത്? ഒരു കമ്പനി എന്ന് വെച്ചാൽ ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ലോ, 1956 അല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ 2013 കമ്പനീസ് ആക്ടും പ്രകാരം ഫോം ചെയ്തിട്ടുള്ളതും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു കമ്പനി, അല്ലെങ്കിൽ വിളിക്കുന്ന പേര് എക്സിസ്റ്റിംഗ് കമ്പനി എന്നാണ്. എന്താ എക്സിസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത്? 2013 കമ്പനീസ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കമ്പനീസ് ആക്ടും പ്രകാരം
രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ കമ്പനിയെയും എന്തായിട്ട് വിളിക്കാം? കമ്പനി എന്ന് വിളിക്കാം ഈ ആക്ടും പ്രകാരം. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. എന്താ ഡെഫിനിഷൻ? എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ദിസ് ആക്ട് കമ്പനീസ് ആക്ട് ഓഫ് 2013 ആണ്. അല്ലെങ്കിൽ ഓർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ, അല്ലെങ്കിൽ 2013 കമ്പനി നിയമം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കമ്പനി നിയമപ്രകാരം ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ കമ്പനി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ പ്രീവിയസ് കമ്പനീസ് ലോ. ഓക്കെ, അതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? ഒരു കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് അതിന് ആക്ട് നമ്പർ 18 ഓഫ് 2013 ആണ്. ഏതാണ്? ആക്ട് നമ്പർ 18 ഓഫ് 2013. അതാണ് ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് നമ്പർ 18 ഓഫ് 2013. ഇതിന് പ്രസിഡന്റിന്റെ അനുമതി കിട്ടിയത് 29 ഓഗസ്റ്റ് 2013 29 ഓഗസ്റ്റ് 2013 പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടി കമ്പനീസ് ആക്ടില്. Then 30th ഓഗസ്റ്റ് 2013 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. 30th ഓഗസ്റ്റ് 2013 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. ആ 30th ഓഗസ്റ്റ് 2013 ഫസ്റ്റ് സെക്ഷൻ നിലവിൽ വന്നു. ഒന്നാമത്തെ സെക്ഷൻ നിലവിൽ വന്നതിനാണ് 30th ഓഗസ്റ്റ് 2013. നോക്കിയേ, സെക്ഷൻ 1 ആണ് ഏത്? 30 ഓഗസ്റ്റ് 2013. ശ്രദ്ധിക്കണം, 30 ഓഗസ്റ്റ് 2013 സെക്ഷൻ 1 വന്നു. അടുത്തത് ബാക്കി വരുന്ന 98 സെക്ഷൻസ്, പിന്നീട് വരുന്ന 98 സെക്ഷൻ വരുന്നത് എന്നാണ്? 12th സെപ്റ്റംബർ 2013. സെപ്റ്റംബർ 2013 വീണ്ടും ഒരു 98 സെക്ഷൻസ് വന്നു. വീണ്ടും 1st ഏപ്രിൽ 2014 എത്ര സെക്ഷൻ വന്നു? 184 സെക്ഷൻസ് വന്നു. ഓർത്തു വെച്ചേക്കണം, ഒന്നാമത്തെ സെക്ഷൻ വരുന്നത് 30th ഓഗസ്റ്റ് 2013 ആണ്, 30 ഓഗസ്റ്റ് 2013. രണ്ടാമത് 98 സെക്ഷൻസ് വരുന്നത് 12th സെപ്റ്റംബർ 2013. വീണ്ടും 184 സെക്ഷൻസ് വരുന്നത് 1st ഏപ്രിൽ 2014. അങ്ങനെ ടോട്ടൽ ഇതെല്ലാം കൂടി കൂട്ടി 2013 ആക്ട് വെച്ചാണ് നമ്മൾ ഈ സെക്ഷൻസ് പറഞ്ഞത്. ഇതെല്ലാം കൂടി കൂട്ടി, പഴയ സെക്ഷൻസ് എല്ലാം കൂടി കൂട്ടി ഏകദേശം 470 സെക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്, ഈ കമ്പനീസ് ആക്ട് നിലവിലുള്ളത്. ഓക്കെ, ദെൻ ഇത് ഏത് വർഷമാണ്? പാർലമെന്റ് ഏത് വർഷമാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് എത്രാമത്തെ വർഷമാണ് ഈ ഒരു ആക്ട് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ, നമ്മുടെ എക്സാമിനൊക്കെ പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് എത്രാമത്തെ വർഷമാണ് ഈ ആക്ട് ഇനാക്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ 64th ഇയർ ആണ്, 64ാമത്തെ വർഷമാണ്. 64th ഇയർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. 64th ഇയർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് 64ാമത്തെ വർഷമാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഇനാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താണ് പറഞ്ഞത്? ഈ കമ്പനീസ് ആക്ടും പ്രകാരം ഒരു പുതിയ കമ്പനി, ഒരു പുതിയ ഫോം ഓഫ് കമ്പനി രൂപീകരിക്കുകയാണ്. അതിന് വിളിക്കുന്ന പേര് OPC. എന്താണ് OPC? വൺ പേഴ്സൺ കമ്പനി. അതിൽ പറയുന്നുണ്ട് സെക്ഷൻ 8 അതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് കമ്പനീസ് വിത്ത് എ സിംഗിൾ മെമ്പർ. ഒരു സോൾ ട്രേഡർ പോലെ തന്നെ ഒരു സിംഗിൾ മെമ്പർ ഉണ്ടെങ്കിൽ അതൊരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഒരാൾ ഉണ്ടെങ്കിൽ ഒരു കമ്പനി ആയിട്ട് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് എന്ത്? വൺ പേഴ്സൺ കമ്പനി. അത് ഈ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയ സമയത്ത് പറയുന്നത് ഇന്ത്യൻ റെസിഡന്റിന് മാത്രമേ ഈ ഒരു കമ്പനി രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. പിന്നീട് 2020 ഭേദഗതി വന്നപ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും എന്ത് ചെയ്യാം? ഈ വൺ പേഴ്സൺ കമ്പനി രൂപീകരിക്കാമെന്ന് കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പൊ ഇന്ത്യൻ റെസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ വൺ പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ OPC എന്ത് ചെയ്യാവുന്നതാണ്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക് എന്താ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. സെക്ഷൻ 8 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഇത് പറയുന്നത്. എന്താണത്? 2013 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ, വൺ പേഴ്സൺ കമ്പനി. എന്താണ് ഇത് പറഞ്ഞത്? കമ്പനീസ് വിത്ത് എ സിംഗിൾ മെമ്പർ, ഒരാളുണ്ടെങ്കിൽ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ടിന്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജ് കിട്ടുകയും ചെയ്യും. ഇതാണ് ആർക്കില്ലാത്തത്? സോൾ ട്രേഡർക്ക് ഇല്ലാത്തത്. വൺ പേഴ്സൺ കമ്പനിക്ക് ഉള്ളതും അത് തന്നെയാണ്, സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ ഇനി എടുക്കുന്നത്. നോക്കിക്കേ, ഒന്ന്, നേച്ചർ ഓഫ് ദ ഇൻകോർപ്പറേഷൻ. ഏത് രീതിയിലാണിത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പറയുന്നുണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഈസ് ആൻ അസോസിയേഷൻ ഓഫ്, ആരാണ്? അസോസിയേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ്. എന്താണ് പറഞ്ഞത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ആൻ അസോസിയേഷൻ ഓഫ്, ആരാണ്? ക്യാപിറ്റലിസ്റ്റ് ആണ്, ക്യാപിറ്റലിസ്റ്റ് ആണ്. വാട്ട് അബൌട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി? ആൻ അസോസിയേഷൻ ഓഫ് എക്കണോമിക്കലി വീക്കർ പോപ്പുലേഷൻ. എന്താണ്? ആൻ അസോസിയേഷൻ ഓഫ് എക്കണോമിക്കലി വീക്കർ പോപ്പുലേഷൻ. എക്കണോമിക്കലായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ആണ് ഇത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെ അങ്ങനെയല്ല, കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ്, ആരാണ്? ക്യാപിറ്റലിസ്റ്റ് ആണ്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് വൺ നോക്കിക്കേ, ഇമ്പോർട്ടൻസ്, പ്രാധാന്യം ആർക്കാണ്? പറയുന്നുണ്ട് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്രാധാന്യം ആർക്കാണ്? ക്യാപിറ്റൽ അസൈൻഡ് ഇമ്പോർട്ടൻസ്, മൂലധനത്തിനാണ്, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ അങ്ങനെയല്ല, പീപ്പിൾ ഹു ഫോംഡ് ഈസ് ഇമ്പോർട്ടന്റ്. പീപ്പിൾ എന്നല്ല പറയുന്നത്, മെമ്പർ, ആരാണ് അത് രൂപീകരിച്ചത്, അവരാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ പഠിക്കുന്നുണ്ട് അൾട്ടിമേറ്റ് അതോറിറ്റി ആര് തന്നെയാണ്? ജനറൽ ബോഡിയാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഉള്ള മെമ്പേഴ്സ് ആണ്. അപ്പൊ എല്ലാം ഓൾ ഇൻ ഓൾ ആര് തന്നെയാണ്? മെമ്പേഴ്സ് തന്നെയാണ്. ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെ അങ്ങനെയല്ല, ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത് ക്യാപിറ്റലിനാണ്, മൂലധനത്തിനാണ്. അടുത്ത ഡിഫറൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി, സമത്വം. ഓക്കെ, പറയുന്നുണ്ട് ഈക്വാലിറ്റി നോട്ട് മെയിൻറ്റെയിൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് വോട്ടിംഗ് റൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. സമത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എവിടെ? ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയില്. വോട്ടിംഗ് റൈറ്റും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അവര് നൽകിയ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവരുടെ സംഭാവന, അതായത് മൂലധനത്തിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ, അതാണ് എന്തൊക്കെ നിശ്ചയിക്കുന്നത്? വോട്ടിംഗ് റേറ്റോ അല്ലെങ്കിൽ ഡിവിഡൻഡോ എല്ലാം നിശ്ചയിക്കുന്നത് അത് തന്നെയാണ്. ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വാലിറ്റി ഇല്ല എവിടെ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ. ഓരോരുത്തർക്കും ഓരോ പ്രോഫിറ്റ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഈക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ആൻഡ് വോട്ടിംഗ് റൈറ്റ്, വൺ മാൻ വൺ വോട്ട് എന്നാണ്. ഈക്വാലിറ്റി കറക്റ്റ് പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന വാക്കല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ഉപയോഗിക്കുന്ന ടൈം എന്താണ്? ഇക്വിറ്റി എന്നാണ്. ഇക്വിറ്റി ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്തിന്റെ അടിസ്ഥാനത്തില? ഓൺ ദ ബേസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. എല്ലാവർക്കും ഒരേപോലെ അല്ലേ കൊടുക്കുന്നത്? ഒരേപോലെ കൊടുത്താൽ ഈക്വാലിറ്റിയാ. ഇവിടെ അതല്ല, ഓൺ ദ ബേസ് ഓഫ് ഷെയർ കോൺട്രിബ്യൂഷൻ അല്ല, ഇവിടെ ഓൺ ദ ബേസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന പോയിന്റ് ഇതാണ്, ഈക്വാലിറ്റി ഉണ്ട് എവിടെ? വോട്ടിങ്ങിലുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? വൺ മാൻ വൺ വോട്ട് ആണ്. ഒരാൾക്ക് ഓരോ വോട്ടേ ഉള്ളൂ. അത് ഈക്വാലിറ്റി ആണ്, ഇക്വിറ്റി അല്ല. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല, വൺ ഷെയർ വൺ വോട്ട് ആണ് കമ്പനിയിൽ. ഒരു ഷെയറിന് ഒരു വോട്ടാണ്. അതായത് മാക്സിമം നമ്പർ ഓഫ് ഷെയർ ആരുടെ കയ്യിലാണ് അവർക്കാണ് അൾട്ടിമേറ്റ് അത് വോട്ടിംഗ്. അവിടെ അങ്ങനെയല്ല, എത്ര ഷെയർ ഉണ്ടെങ്കിലും ഒരാൾക്ക് എത്ര വോട്ടേ ഉള്ളൂ? ഓരോ വോട്ടേ ഉള്ളൂ. എവിടെ? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. അപ്പൊ ഇവിടെ ഈക്വാലിറ്റി നോട്ട് മെയിൻറ്റെയിൻഡ് എവിടെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ. അവിടെ ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എവിടെ? കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ. അടുത്ത പോയിന്റ്, മാനേജ്മെന്റ്. ആർക്കാണ് മാനേജ്മെന്റ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ആർക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആർക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കമ്പനിയിലെ മാനേജിംഗ് കമ്മിറ്റിയാണ്. നമ്മൾ വിളിക്കുന്ന പേരെന്താ? മാനേജിംഗ് കമ്മിറ്റി എന്നും വിളിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ എന്തായിട്ട് വിളിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കും. അവർക്കാണ് മാനേജ്മെന്റ് കേട്ടോ. മാനേജിംഗ് കമ്മിറ്റി എന്നാണ് പൊതുവെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ കമ്മിറ്റി ഡെഫിനിഷൻ അത് 2 പഠിക്കുന്നുണ്ട്. കമ്മിറ്റി എന്താണ്? ദ ഗവേണിംഗ് ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ വാട്ട് എവർ നെയിം ഇറ്റ് ഈസ് കോൾഡ് എന്നാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത് മാനേജിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചാലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിച്ചാലോ എല്ലാം ഒന്നും തന്നെയാണ്. നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം കമ്പനിയുടെ കേസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും നമ്മുടെ കേസിൽ ആരാണ്? മാനേജിംഗ് കമ്മിറ്റിയാണ്. അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നും വിളിക്കാം, കുഴപ്പമൊന്നുമില്ല.
അടുത്തത് ഇൻഡിവിജ്വലൈസേഷൻ. പ്യുവർലി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇൻഡിവിജ്വൽ അമിത ഇമ്പോർട്ടൻസ് ഉള്ളത് എവിടെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലാണ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ഇന്റഗ്രേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് മെമ്പർമാരുടെ തന്നെ ഇന്റഗ്രേഷൻ, സംയോജിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏതിന്റെ ഫീച്ചർ? പെക്യുലിയാരിറ്റി, കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. അത് പറയുന്നത് ഇന്റഗ്രേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് മെമ്പർ. ഒരാൾക്ക് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്, ഇൻഡിവിജ്വലിന് അമിത പ്രാധാന്യം ഇല്ല എവിടെ? കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. എന്നിരുന്നാലും അത് ഒറ്റക്കല്ല, അത് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദെൻ അടുത്തത് ആറ്റിറ്റ്യൂഡ് ഓഫ് അതർ കൺസേൺസ്. മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? എലിമിനേറ്റ് കോമ്പറ്റീഷൻ ആൻഡ് ക്രിയേറ്റ് മോണോപ്പൊളി പവർ എന്നാണ്. എന്താണ്? എലിമിനേറ്റ് ഏതാണ്? കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇല്ലാതാക്കണം. ഇവര് മാത്രമായിട്ട് ഇത് മാറണം. അതാണ് മോണോപ്പൊളി എന്ന് പറയുന്നത്. കുത്തകയായിട്ട് മാറണം. അപ്പൊ കോമ്പറ്റീഷൻ ഒഴിവാക്കുക, കുത്തക ഉണ്ടാക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ. ഇവിടെ അങ്ങനെയല്ല. എന്താണ്? നെവർ ട്രൈ ടു എലിമിനേറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്. നെവർ ട്രൈ ടു എലിമിനേറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ചെയ്യുന്ന പോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കോമ്പറ്റീഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. കാര്യം കോമ്പറ്റീഷൻ വേണം. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വളരെ റീസണബിൾ പ്രൈസിന് കിട്ടുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ വേണം. ഓക്കെ, മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്തത് എന്താ? മോണോപ്പൊളിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൈസ് മേക്കർ ആണ്. പുള്ളി പറയുന്ന വിലക്ക് നമ്മൾ സാധനം വാങ്ങിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് മേക്കർ ആണ് മോണോപ്പൊളിസ്റ്റ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നല്ലതല്ല. അതാണ് പറഞ്ഞത്, കമ്പനിയുടെ കേസിൽ ദേ ട്രൈ ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ ആൻഡ് ട്രൈ ടു ക്രിയേറ്റ് മോണോപ്പൊളി. ഇവിടെ അങ്ങനെയല്ല. നെവർ ട്രൈ ടു എലിമിനേറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്. എവിടെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത നോക്കിയേ, ഷെയർ ലിസ്റ്റ്. നോക്കിയേ, ഷെയർ ലിസ്റ്റ് എങ്ങനെയാ? റൈസ് ക്യാപിറ്റൽ ഡിപ്പെൻഡിങ് ഓൺ നീഡ്. ആവശ്യമനുസരിച്ച് ക്യാപിറ്റൽ സമാഹരിക്കാം. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. ആവശ്യമനുസരിച്ച് മൂലധനം സമാഹരിക്കാം. പക്ഷേ ഷെയറിലൂടെ കളക്ട് ചെയ്യുന്ന പരമാവധി മൂലധനം ഏതാണ്? നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിന്റെ മറ്റൊരു പേരെന്താണ്? ഓർ നോമിനൽ ക്യാപിറ്റൽ. നോമിനൽ ക്യാപിറ്റൽ. അപ്പൊ എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? മാക്സിമം നമ്പർ ഓഫ് ഷെയർസ്, മാക്സിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് that can be raised by the company by way of issuing share. ഷെയർ ഇഷ്യൂയിലൂടെ ഒരു കമ്പനിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പരമാവധി തുകയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്തായിട്ട് പറയും? നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയും. നോമിനൽ ക്യാപിറ്റൽ രണ്ടും ഒന്ന് തന്നെയാണ്. നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയും. അപ്പൊ എപ്പോ വേണമെങ്കിലും ഷെയറിലൂടെ ക്യാപിറ്റൽ സമാഹരിക്കുക എന്നുള്ള ഫീച്ചർ ഉണ്ടെങ്കിലും ഓതറൈസ്ഡിനേക്കാൾ കൂടാൻ പാടില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഓപ്പൺ ടു ഓൾ ആൻഡ് ഓൾ ടൈം. എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഷെയർ എടുത്തുകൊണ്ട് മെമ്പർ ആവാം. എവിടെയാ? കോപ്പറേറ്റീവ് സൊസൈറ്റിയില്. ഓക്കെ, ദെൻ അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ. ഏതിന്റെയാ? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. പ്രോഫിറ്റിന്റെ കേസാണ് പറയുന്നത്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അടിസ്ഥാനത്തിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഓൺ ദ ബേസ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. എവിടെ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയില്. ഇവിടെ അങ്ങനെയല്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പാട്രണേജ് ഡിവിഡന്റ്. പാട്രണേജ് ഡിവിഡന്റ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ. ഒരു മെമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി നടത്തിയ ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. അതാണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എന്താണ്? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. ഓക്കെ, പറയുന്നുണ്ട് there is chance for concentration of wealth under few hands. കുറച്ച് ആൾക്കാരുടെ കയ്യിലേക്ക് മാത്രം വെൽത്ത്, സമ്പത്ത് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥ എവിടെ ഉണ്ടാവും? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ക്യാപിറ്റലിസത്തിന്റെ ഒരു ഫീച്ചർ ആണത്. അത് ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഡീസെൻട്രലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ. നമുക്കറിയാം എല്ലാവരുടെയും ഉയർച്ചയാണ് ഏതിന്റെ ഉദ്ദേശം? കോപ്പറേറ്റീവ് സൊസൈറ്റി. എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള എല്ലാവരുടെയും ഉയർച്ചയാണ് ഏതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കമ്പനിയുടെ കേസിൽ അവിടെ ഒരു വെൽത്ത് കോൺസെൻട്രേഷൻ ഉണ്ടാവും. സെൻട്രലൈസേഷൻ ഓഫ് വെൽത്ത് ആണ് അവിടെ. അവിടെ അങ്ങനെയല്ല. ഡീസെൻട്രലൈസേഷൻ ഓഫ് വെൽത്ത് ആണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പം ദെൻ ഒരെണ്ണം കൂടി ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മോട്ടീവ്. എന്താണ് മോട്ടീവ്? നമുക്കറിയാം പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് ഓൺ ബിസിനസ് ലൈൻ ഓൺലി. പ്രോഫിറ്റ് മോട്ടീവ് ആണ്.
ഓക്കെ, ബിസിനസ് ലൈൻ അല്ലെങ്കിൽ ബിസിനസ് ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് സൊസൈറ്റി അങ്ങനെയല്ല. എന്താണ്? സർവീസ് ഓറിയന്റഡ് ആണ്. ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് ആർ ഗൈഡഡ് ബൈ വെൽഫെയർ. ആരുടെ? മെമ്പേഴ്സിന്റെ വെൽഫെയറും കൂടിയാണ് അവരുടെ ലക്ഷ്യം. സർവീസ് ഓറിയന്റഡ് ആണ്, അതുകൂടാതെ മെമ്പേഴ്സിന്റെ വെൽഫെയറും കൂടിയാണ് ലക്ഷ്യം. എവിടെയാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റി? ഇവിടെ അങ്ങനെയല്ല. പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, ബിസിനസ് ലൈൻ ഓൺലി ബിസിനസ് ലൈൻ ആണ്. അവിടെ അങ്ങനെയല്ല, സർവീസ് ഓറിയന്റഡ് ആണ് ആൻഡ് ഓൾസോ ടേക്ക് ഇൻ ടു കൺസിഡർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ, അല്ല വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏതാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും അതേപോലെ തന്നെ ഒരു കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ഈ കമ്പനി നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് കമ്പനിയിൽ. ആ കമ്പനിയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കാം, ഗവൺമെന്റ് കമ്പനി. അത് ഓർത്തു വെച്ചേ, ഗവൺമെന്റ് കമ്പനി. എന്താണ് ഒരു ഗവൺമെന്റ് കമ്പനി? അതിൽ ശ്രദ്ധിക്കണം, ഗവൺമെന്റ് കമ്പനി എന്താന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51%, നോട്ട് ലെസ് ദാൻ എത്രയാണ്? 51%, 51%, not less than 51% of paid up share capital is held by ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ jointly held by സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ജോയിന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കൈവശം വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കീഴിലുള്ള ഏതെങ്കിലും സബ്സിഡിയറി കമ്പനി കൈവശം വെക്കുകയാണെങ്കിൽ ആ കമ്പനി വിളിക്കുന്ന പേരാണ് എന്ത്? ഗവൺമെന്റ് കമ്പനി. ഓക്കെ, ഗവൺമെന്റ് കമ്പനി വെച്ചാൽ എന്താണ്? ഗവൺമെന്റ് കമ്പനി എന്ന് വെച്ചാൽ നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ജോയിന്റ്ലി ഹെൽഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ദെൻ എനി സബ്സിഡിയറി ഓഫ് എമംഗ് ദം, സബ്സിഡിയറിയും പറയുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗവൺമെന്റ് കമ്പനി. ഓർത്തു വെച്ചേക്കണം. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് കമ്പനി അല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം വരും, എന്താണ് ഇപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനി, എന്താണ് ഒരു പബ്ലിക് കമ്പനി? പറയുന്നത് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡും രണ്ട് പബ്ലിക് ലിമിറ്റഡും. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ അംഗങ്ങളുടെ എണ്ണം നോട്ട് ചെയ്ത് വെച്ചേക്കണം. മിനിമം 2 പേര്, മാക്സിമം 200 ആണ്. 200 ഉയർത്തിയത് 2013 കമ്പനീസ് അമെന്റ്മെന്റ് ആക്ടിലാണ്, 2013 ആക്ടിലാണ് 200 ഉയർത്തിയത്. അപ്പൊ മിനിമം 2 പേരുണ്ട്, മാക്സിമം എത്ര പേരാണ്? 200 പേരുണ്ടെങ്കിൽ ഏത് രൂപീകരിക്കാം? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കാം. നേരെ മറിച്ച് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 7 ആണ്, മാക്സിമം അൺലിമിറ്റഡ് ആണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എത്രയാണ്? മിനിമം 7ഉം മാക്സിമം അൺലിമിറ്റഡ് ആണ്. മുമ്പ് ഈ കമ്പനീസിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും പബ്ലിക്കിന്റെ കമ്പനി പറയുമ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റെസ്ട്രിക്ഷൻ പറയും, 1 ലക്ഷം രൂപ എന്നും 5 ലക്ഷം, അതൊക്കെ എടുത്ത് മാറ്റി പിന്നീട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എത്ര പേര് വേണം എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ എത്ര പേരാ? മിനിമം 2 പേര്, മാക്സിമം എത്രയാണ്? 200 ആണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലോ മിനിമം 7 പേരാണ്, മാക്സിമം എത്രയാണ്? എത്ര പേര് വേണമെങ്കിലും അൺലിമിറ്റഡ് ആണ് അവിടെ. ഓക്കെ, എത്ര പേര് വേണമെങ്കിലും അവിടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അതേപോലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവരുടെ പേരിന്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടാവണം, പി ലിമിറ്റഡ് എന്നുണ്ടാവണം. നേരെ മറിച്ച് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പേരിന്റെ അവസാനം എന്ത് മതി? ലിമിറ്റഡ് എന്ന് മതി, അല്ലാതെ പബ്ലിക് ലിമിറ്റഡ് എന്ന് വേണ്ട. ലിമിറ്റഡ് എന്ന് LTD എന്ന് പറയുന്ന വാക്ക് മാത്രം മതി. ഓക്കെ, ദെൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല, ഷെയർ ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് പബ്ലിക്കിനെ കൊണ്ട് ഷെയർ വാങ്ങിപ്പിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഷെയർസ് എന്താണ്? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് പബ്ലിക്കിനെ കൊണ്ട് ഇവരുടെ ഷെയർ വാങ്ങിപ്പിക്കാം. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പം നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെ 2 ക്ലാസ് ചെയ്യും. 1 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും 2 പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും. പ്രൈവറ്റിലെ മിനിമം 2, മാക്സിമം 200. മുമ്പ് 50 ആയിരുന്നു, ഇപ്പോഴാണ് 200 ആക്കിയത് കേട്ടോ. 2013 200 പേര് വരെ ആവാം. ഓക്കെ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ മിനിമം 7 ആണ്, മാക്സിമം എത്രയാണ്? അൺലിമിറ്റഡ് ആണ്. ഇനി ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയെ 3 ആയിട്ട് രൂപീകരിക്കുക. 1 കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. 2 കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഗ്യാരണ്ടി. 3
അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. അൺലിമിറ്റഡ് ലയബിലിറ്റി നമുക്കറിയാം എന്താണ് ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്താണ്? The liability of member is limited to the value of share subscribed by them, അല്ലെങ്കിൽ the amount of share held by them, അല്ലെങ്കിൽ അവർ വാങ്ങിയ ഓഹരിയാൽ അവരുടെ ബാധ്യത നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. ദെൻ പെയ്ഡപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി തുകയ്ക്ക് അയാൾക്ക് ലയബിലിറ്റി ഉള്ളൂ. ഫുള്ളി പെയ്ഡപ്പ് ആണെങ്കിൽ ലയബിലിറ്റി ഇല്ല. അതാണ് ഏത്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. അടുത്ത ഒന്ന് ഓർത്തു വെച്ചേക്കണം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഈ കമ്പനികൾ രൂപീകരിക്കുന്നത് ഒരു കാരണവശാലും ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. അതായത് പ്രൊമോഷൻ ഓഫ് ആർട്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ചാരിറ്റി. ആർട്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, ചാരിറ്റി, റിലീജിയൻ ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഏത് കമ്പനി രൂപീകരിക്കുന്നത്? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ആ കമ്പനി രൂപീകരിക്കുമ്പോൾ തന്നെ അതിലെ മെമ്പേഴ്സ് അതിന്റെ മെമ്മറാണ്ടത്തിൽ പറഞ്ഞിരിക്കും അറ്റ് ദി ഈവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് വി ആർ എഗ്രി ടു കോൺട്രിബ്യൂട്ട് ദിസ് മച്ച് എമൗണ്ട് എന്ന് പറയും. വൈൻഡിങ് അപ്പ് സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും ഇത്ര തുക വെച്ച് നൽകിക്കൊള്ളാമെന്ന് തുടക്കത്തിലേ പറയും. ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടാവും. ആ എമൗണ്ട് ആണ് അവർ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നൽകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സൊസൈറ്റി, അങ്ങനെയുള്ള കമ്പനിയെ വിളിക്കുന്ന പേര് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നാണ്. അവര് ആർട്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി രൂപീകരിക്കുന്നത്. ഒരു ടൈപ്പ് കൂടിയുണ്ട്, അതേതാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റിയിൽ യാതൊരുവിധ ലിമിറ്റും ഇല്ലാത്ത കമ്പനിയെ വിളിക്കുന്ന പേരാണെന്ത്? അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുന്നത്. എത്ര തുക കമ്പനി ബാധ്യത ഉണ്ടാക്കിയാലും എല്ലാ മെമ്പർമാരും തുല്യമായിട്ട് ആ ബാധ്യത എന്ത് ചെയ്യണം? കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ആ ഒരു കമ്പനി വിളിക്കുന്ന പേര് അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നാണ് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേര് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നാണ്. എന്താ വിളിക്കുന്നത്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി. മറ്റൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. അതായത് മെമ്മറാണ്ടം എന്ന് പറയുന്നത് കമ്പനിയും കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഡോക്യുമെന്റ് ആണ് എങ്കിൽ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ഇന്റേണൽ റെഗുലേഷൻസിന് വേണ്ടിയിട്ടുള്ള, ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള റൂൾസുകളും റെഗുലേഷൻസുകളുമാണ് എവിടെയുള്ളത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ പോലെ. ഓക്കെ, അതിനെ കമ്പനി വിളിക്കുന്ന പേരെന്താണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാണ്. അപ്പൊ ആ രണ്ട് കാര്യം കൂടി ഓർത്തു വെച്ചേക്കണം. സുപ്രീം ഡോക്യുമെന്റ് മെമ്മറാണ്ടോ ആണ്. സബോർഡിനേറ്റ് ഡോക്യുമെന്റ് ആണ് ഏത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് റെഫർ ചെയ്യുക. സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ.